ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അർബൻ കമ്പനിയുടെ നേറ്റീവിൻ്റെ M1 ആണ് മെഷീൻ. അപ്പോൾ ഈ മെഷീൻസ് നോർമലി നമുക്ക് പുറത്ത് ഇൻസ്റ്റാളേഷൻ കിട്ടാറില്ല. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടി വന്നില്ല കസ്റ്റമർക്ക്. ജസ്റ്റ് ടേബിൾ ടോപ്പായിട്ട് വെക്കാനുള്ള സ്പേസേ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടേബിൾ ടോപ്പായിട്ട് വെച്ച് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യണം. അപ്പോൾ ഇവരുടെ ഡൈവേർട്ട് വാൾവ് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഡൈവേർട്ട് വാൾവാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. അക്വാഗാർഡൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് ആയിരുന്നു, പക്ഷേ ഇത് ഇച്ചിരി ക്വാളിറ്റി കുറവ് പോലെ തോന്നി. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല പ്രഷറുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പം ഇത് നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പങ്ങൾ കാണിക്കുന്നില്ല. ഇത് ഡൈവേർട്ട് വാൽവ് കണക്റ്റിന് ശേഷം ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ഇതിന് കണക്ട് ചെയ്തതിന് ശേഷം പ്രീ ഫിൽറ്റർ വെക്കണം. പ്രീ ഫിൽറ്റർ വെക്കാനവിടെ വേറെ സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമാണ് സ്പേസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പ്രീ ഫിൽറ്റർ ജസ്റ്റ് ടൈ കൊണ്ട് ഹാങ് ചെയ്ത് വെച്ചേക്കണം. പ്രീ ഫിൽറ്ററിൽ നിന്ന് നേരെ മെഷീനിലോട്ട് പോകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്ട്രക്ചർ വരുന്നത്. നോർമൽ മെഷീൻസിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ് വരുന്നത്. RO മെഷീൻസ് ആണ്. ഇതിൽ UV വരുമ്പോഴത്തേക്കും ടാങ്കിൽ വരുന്ന UV ആണ് വരുന്നത്. മറ്റേ UV ലാമ്പിൻ്റെ UV ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു, സേഫായിട്ട് തോന്നുന്നത് ടാങ്ക് UVനേക്കാളും കുറച്ചുകൂടി സേഫ് UV ലാമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വെച്ചാൽ ഇത് എത്രത്തോളം വർക്ക് ചെയ്യും, ഇൻഡിക്കേഷൻ കാണിക്കുന്നുള്ളതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇൻസ്റ്റോളൊക്കെ ചെയ്ത് ഫിൽറ്ററൊക്കെ ബാക്ക് വാഷ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്ത് നോക്കി, ലീക്കൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നമ്മളതിൻ്റെ TDS ഒക്കെ നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ TDS നോക്കി. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് റിജക്ഷൻ പോകുന്ന 772 ഉണ്ട്. ഇൻപുട്ട് TDS വരുമ്പോഴത്തേക്കും 247 ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഹൈ TDS ആയിട്ടുള്ള പോലെ. കേരളത്തിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ ഈ എറണാകുളത്തൊക്കെ ഇത്രയും TDS വളരെ കുറവാണ്. അപ്പോൾ ഇവർ വെൽ വാട്ടറും കോർപ്പറേഷൻ വാട്ടറും ഒക്കെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞ് കസ്റ്റമറോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ സാധനങ്ങൾ ഫിലിമൊക്കെ പറിച്ച് കളഞ്ഞ് ഓരോരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റോളേഷൻ ടൈമിൽ ഈ ഇത്തരം വീഡിയോകളൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ കസ്റ്റമർ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വർക്കിംഗ് സിമ്പിളാണ് സംഭവം. നോർമലി ഒരു അക്വാഗാർഡിൻ്റെ ഒരു മാഗ്ന, എൻറിച്ച് ആ ഒരു ടൈപ്പിലുള്ള നോവ മെഷീൻ്റെയൊക്കെ പോലെ തന്നെയാണ് വരുന്നത്. നോർമലി ടാപ്പ് സിസ്റ്റമാണ് വരുന്നത്. ഈ ടാപ്പ് ഇങ്ങനെ മേളിലിട്ട് പൊക്കിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ആ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ ഫ്ലോട്ട് വഴി നമ്മൾ കട്ട് ഓഫ് ആക്കുകയും ചെയ്യും. പിന്നെ വേറെ കട്ട് ഓഫ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. അതെന്ന് അറിയുന്ന സമയത്ത് ആ റൗണ്ടിൽ ലൈറ്റ് ബ്ലിങ്കിങ് സ്റ്റോപ്പ് ആവും. അതാണ് ഇൻഡിക്കേഷൻ വരുന്നത്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. വാർണിംഗ് ലൈറ്റും അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഫിൽറ്റർ ലൈഫ് വരുന്നത് 2 ഇയർ ആണ് ആ കമ്പനി പറയുന്നത്. അപ്പോൾ 2 ഇയർ കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഫിൽറ്ററൊക്കെ മാറുന്നതാണ്. ഇപ്പോൾ ഈ മെഷീൻ നല്ല ഓഫറിൽ കിടപ്പുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല ഓഫറിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഡൈവേർട്ട് വാൽവൊക്കെ ഓഫ് ചെയ്യാൻ നമ്മൾ കസ്റ്റമറെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലും ലീക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ റെഡ്യൂസർ വെക്കാത്തത് കൊണ്ട് ഇപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഓഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റിജക്ഷൻ പോകുന്ന കാര്യവും നമ്മളത് പറഞ്ഞു കൊടുക്കും. ഈ വർക്കിംഗ് ടൈമിൽ റിജക്ഷൻ പോകുമെന്ന് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കും. കാരണം കസ്റ്റമറിന് അല്ലെങ്കിൽ അറിയത്തില്ല, ഇടയ്ക്ക് പോകും ഇടയ്ക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ആർക്കിനും എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.